ലോകമെമ്പാടും ഇന്ന് പകൽ ഞങ്ങളെ ഓൺലൈനിലൂടെ കാണുന്ന വിശുദ്ധാരാധനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. Those who are globally watching us through online and sitting here, matchless and marvelous name of Jesus, we are greeting. ഇന്ന് പകലത്തെ ദൈവവചന ആലോചനയ്ക്കായി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായമാണ്. I'm just seeking your attention to the book of Luke chapter 5. നമുക്കെല്ലാം അറിയാവുന്ന പ്രസിദ്ധമായ ഒരു വേദഭാഗം. It's a famous piece of word of God. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സഹോദരന്മാരോട് പറഞ്ഞു, ബൈബിളിൽ ഏറ്റവും പ്രസംഗിക്കാൻ പ്രയാസമുള്ളത് വെളിപ്പാട് പുസ്തകമോ ദാനിയേൽ പ്രവചനമോ അല്ല. In last days I have said to these brothers that it is not the revelation, the book of Revelation is so hard to speak. ബൈബിളിൽ ഏറ്റവും പ്രസംഗിക്കാൻ പ്രയാസമുള്ള വേദഭാഗം 23-ാം സങ്കീർത്തനമാണ്. The hardest word of God in the book of Bible is 25th Psalms. അതിന്റെ കാരണം 23rd Psalms. അതിന്റെ കാരണം ഞങ്ങൾ പറയുന്ന പ്രസംഗത്തെക്കാൾ മിനിമം കൊള്ളാവുന്ന 5 പ്രസംഗം നിങ്ങളുടെ അകത്തുണ്ട്. The reason being is that you have already heard more than what we have to inform you. അപ്പോൾ ഇത്രമേൽ പരിചിതമായ വേദഭാഗങ്ങളിൽ നിന്ന് ദൂതെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. It is so difficult to get some messages from this familiar word of God. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഈ വേദഭാഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വഴിയിലേക്കാണ് എന്നെ വലിച്ചു കൊണ്ടുപോയത്. But the spirit of the God has led me in a different way from this chapter. ആത്മാവിന്റെ ആ ഒരു നിയന്ത്രണത്തിനനുസൃതമായി ഒന്ന് ചലിച്ചപ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി എനിക്ക് കാണാൻ കഴിഞ്ഞു. When I gave myself as per the movement of spirit, I can experience the movement of Holy Spirit in me. അതുകൊണ്ട് ഇന്ന് ആ വേദഭാഗത്തിൽ നിന്നും ആത്മാർത്ഥമായി അല്പനേരം സംസാരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. So I have decided to speak from this word of God. ആ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5th chapter of Luke, 1 മുതലുള്ളതായ വേദഭാഗങ്ങൾ from first word. ഒരാൾക്കൊന്ന് വായിക്കാം. Anyone can speak it loudly. Praise the Lord. മോനെ ഹരി, ഈ ലാസ്റ്റിലെ ബോക്സിന്റെ സൗണ്ട് ഇച്ചിരി കൂട്ടി കൊടുത്തേ. Praise the Lord. Yes, good. Hallelujah. അവൻ ഗന്നേസര തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിരക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. യേശു തടാകത്തിന്റെ കരയിൽ നിൽക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ കർത്താവിനെ വചനം കേൾക്കാൻ വേണ്ടി ജനം ഇങ്ങനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ യേശുവിന് ഒരു പടകിൽ കയറി ഒന്ന് പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്, ജനത്തോട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിരവധി പടകുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആകെപ്പാടെ 1-2 പടകല്ല അവിടെ കിടന്നത്, കുറേ അധികം മീൻപിടുത്തക്കാരുടെ പടകുകൾ അവിടെ ഉണ്ട്. അവിടെ നിരന്ന് കിടക്കുന്ന പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിലേക്ക് യേശു കയറാൻ തുടങ്ങുകയാണ്. അതാണ് വായിച്ചു കേട്ടത്. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അടുത്തത്, അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. ഇനിയും അതിൻ്റെ 2-ാമത്തെ വചനം, 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാരിറങ്ങി വല കഴുകുകയായിരുന്നു. So you can see that 2 boats have kept aside of the lake. Out of that, 2 fishermen said they were washing the nets. Praise the Lord. Amen. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നത്, The Holy Spirit is speaking me like this. ശൂന്യമായി കിടക്കുന്ന ഒരുപാട് മേഖലകൾ ഉണ്ടാകാം. There are many realms which are empty. പക്ഷേ ആ ശൂന്യതകളിൽ നിന്റെ ശൂന്യതയെ മാത്രമായി നികത്താൻ തക്കവണ്ണം ദൈവം അതിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ പോകുകയാണ്. But the God is going to enter into your emptiness to fill it up. ശീമോനുള്ളതായ പടകിൽ തന്നെ അവിടുന്ന് കയറി. But Jesus has entered in the boat of Simon. നിങ്ങളുടെ പേരിലുള്ള Something which is ഏതൊക്കെയോ മേഖലകളിലേക്ക് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇന്ന് കയറാൻ പോവാണ്. something which is on your name. The movement of God is going to happening. ആ സന്തോഷ് ബ്രദറിന്റെ മുമ്പിലിരിക്കുന്ന ചേട്ടനെ ഒന്ന് തൊട്ടേ. Just touch that person who is. ആ ചേട്ടനൊന്ന് എഴുന്നേറ്റേ ചേട്ടാ, ആ ചേട്ടനൊന്ന് എഴുന്നേറ്റേ. കർത്താവിന്റെ ആത്മാവിനോട് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ
കാത്തിരിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാനുള്ള സമയമായി. There are something which you are waiting for, that this is the time. അതിനധികം മുന്നോട്ട് പോകേണ്ടതായിട്ട് വരികയില്ല. You don't have to go furthermore. പലപ്പോഴും ഒരു കാലുവേദന വന്ന് ഒരു ഏന്തലുള്ളവനെ പോലെ ഈ ഒരു കാലിന് എന്തൊക്കെയോ ബുദ്ധിമുട്ട് വെളിപ്പെടുന്നത് കർത്താവിനോട് സംസാരിക്കുന്നുണ്ട്. You are getting pain on the legs like a crippled man. പിന്നെ നിങ്ങളുടെ നടുവ് മുതൽ താഴേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടും കർത്താവിനെ കാണിച്ചു. And also the God has gave me a vision that there is something which is on your backbone. നിങ്ങളുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു മോണയുടെ ഈ ഭാഗം ചേർത്ത് ശക്തമായ ചില രോഗത്തിന്റെ പ്രൊജക്റ്റുകൾ പിശാച് പ്ലാൻ ചെയ്തു വെച്ചതാണ്. There is a diseases project Satan is planning just near to this neck. അവിടെ നിന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അതിശയകരമായി പുറത്തു കൊണ്ടുവന്നതായിട്ട് എന്നെ കാണിക്കുന്നു. But I have seen a vision that the Holy Spirit has bring you out of that situation. ഈ വ്യാഴാഴ്ച ഒരു ദൈവിക വിടുതൽ കാണും. This Thursday you are going to see the miracle of God. ഒരു ദൈവപ്രവൃത്തിയുടെ സമയം അടുത്തു വന്നു നിൽക്കുകയാണ്. It's a time of the God's deed which going to revealed for you. അത് 2012 തൊട്ടുള്ള ചില വിഷയങ്ങളുടെ മേലുള്ള കുരു കഴിയുന്നതായിട്ട് കർത്താവിനോട് പറയുന്നു. Some bindings since 2012 is going to untied. കർത്താവിന്റെ പ്രവൃത്തി ഇറങ്ങുകയാണ്. The God's deed is going to be on you. നിങ്ങളുടെ വിടുതലിനെ നിങ്ങൾ തൊടാനുള്ള നേരമായി. You're going to touch your deliverance. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാലും with prayer you can sit. Praise the Lord. Amen. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ശൂന്യമായി കിടക്കുന്ന ഏതോ ഒരു മേഖലയിലേക്ക് കർത്താവിന്റെ പ്രവൃത്തി ഇന്ന് എൻ്റർ ചെയ്യുകയാണ്. The God's work to your realm which is empty, the emptiness there the God is going to enter with his work. രണ്ട് പടകുകൾ ശൂന്യമായി കിടക്കുന്നത് ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. We can evaluate that 2 boats are empty here. പക്ഷേ അതിൽ ഒന്നിലേക്കാണ് കർത്താവ് കയറുന്നത്. But out of those 2 there only one which the Jesus has entered. ഒന്ന് വിശ്വാസത്തോട് അടുത്തിരിക്കുന്നതുടനെ കർത്താവിന്റെ പ്രവേശനം നടക്കുന്ന പടക് എന്റേതാണ്. By faith you can proclaim that one empty boat is mine. ഓ റബസിയാധന രഗൽഖനാധന. ഈ യേശു കയറുന്നതോടുകൂടെ കാര്യങ്ങൾ മാറും. While Jesus is entering, the circumstances will change. കയറിയ പിന്നെ എന്നാ സംഭവിക്കും എന്ന് പറഞ്ഞേ. How it will happen? എന്നാ സംഭവിക്കും? അത് നിറയും. എല്ലാവരും പറഞ്ഞു നിറയും. Definitely it will get filled. പക്ഷെ ഞാൻ 5 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. But I am going to mention 5 things quickly. ഒന്ന്, ഇന്ന് കർത്താവ് ആ ശൂന്യതയിലേക്ക് കയറുന്നതിലൂടെ നീ നല്ലൊരു ശിഷ്യനാവും. While the God entering to that emptiness, you will be a very good disciple. 2, നീ അതിലൂടെ ഒരു അത്ഭുതം പ്രാപിക്കും. Second thing, through that you will receive a miracle in your life. 3, നിനക്കൊരു വലിയ സമൃദ്ധി ഉണ്ടാവും. Third things, you are going to get a vast wealthiness. 4, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. അതായത് നിനക്കൊരു വാഗ്ദത്തം കിട്ടും. From now, the 4th point is you will get a promise. You will catch the men. 5ാമത്തെ കാര്യം, യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുക. ഇന്നു തൊട്ട് നിന്റെ മുൻപേ നടക്കാൻ ഒരാളെ നിനക്ക് കിട്ടും. Also the 5th thing is the God asked him to follow Jesus. You will get a person to walk before you. Praise the Lord. Amen. ഈ 5 കാര്യങ്ങളിൽ ഏതാണോ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്? Out of these 5, which subject is attracted you? അത് നിങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണ്. That is going to happen. Out of these 5, it's going to happen. ചിലർക്ക് വേണ്ട ഒരു സ്പിരിച്വൽ എംപവർമെന്റ് ആണ്. Maybe someone is required a spiritual environment. അവരോട് യേശു പറയുന്നു, അതെ ഞാൻ നിന്നെ ഇന്നു മുതൽ ഒരു നല്ല ശിഷ്യനാകും. To them the Jesus is speaking that from today onwards you will become a very good disciple. അവിടെ ഇരിക്കുന്ന ചേച്ചിയെ ചൂണ്ടിക്കാട്ടിയിട്ട് കർത്താവ് എന്നോട് പറയുന്നു. To that particular person the word of the Spirit is saying, ആ ചേച്ചി കാത്തിരിക്കുന്നത് ഒരു അത്ഭുതം നടക്കുന്നത് കാണാനാണ്. she is waiting to see, to watch a miracle. നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്നത് ഇന്നു മുതൽ നിങ്ങൾ കാണും. Something which you are waiting to watch, you will watch it. 3ാമത്തെ കാര്യം കർത്താവിനോട് പറഞ്ഞു, ചിലർ വെയിറ്റ് ചെയ്യുന്നത് ഒരു പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയാണ്. The third thing is someone is waiting for a prosperity. നീ ആഗ്രഹിക്കുന്ന സമൃദ്ധി നിനക്ക് ഇന്നു മുതൽ ഉണ്ടാവും. Oh, the desire, your desire for the
prosperity is going to happen for you. നാലാമത് ചിലർ ഇന്ന് പകൽ വെയിറ്റ് ചെയ്യുന്നത് അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം കേൾക്കാനാണ്. The fourth thing is someone is waiting to get a promise for them from God. അവരോട് യേശു പറയുന്നു, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്നുള്ള നിലയിൽ. To them, Jesus is saying that from now onwards you are going to catch the human. അതെ, ദൈവം നിനക്കൊരു വാഗ്ദത്തം തരികയാണ്. This is a promise for you from God. വേറെ ചിലർ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പേടിക്കണ്ട, ഫോളോ മീ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിന്റെ മുമ്പിൽ ഇന്നു മുതൽ നടക്കുകയാണ്. Some other people are saying that I am clueless for the further path of my life, but the Jesus is saying that follow me, I will go before you. ഈ 5 കാര്യങ്ങൾ യേശു ആ ശൂന്യമായ പടകിലേക്ക് കയറിയതിനാൽ മാത്രം നടക്കുന്നതാണ്. These 5 things are only happening because the Jesus has entered to that empty boat. Amen. Amen. Praise the Lord. Hallelujah. ഈ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മീൻപിടുത്തക്കാരന്റെ വള്ളത്തിൽ കയറേണ്ടത് മീനാണല്ലേ? In fisherman's boat only the fishes will get enter. പക്ഷെ പത്രോസിന്റെ വള്ളത്തിൽ കയറിയത് മീൻ മാത്രമല്ല. But in Peter's boat it's only the fish that entered. യേശു ഒന്ന് കയറിയതേ ഉള്ളൂ. Not only the fish but the Jesus has entered. അന്ന് മുതൽ ആ പടകിനകത്ത് പെരുത്ത മീൻകൂട്ടം കയറി. From that day onwards the boat is going to fill with the fishes, the large number of fishes. ഇനി ആ പടകിൽ കയറിയിട്ടില്ലാത്തൊരു സാധനം, but something is there which has entered yet. കർത്താവ് കയറിയത് കൊണ്ട് മാത്രം കുറെ നാളിന് ശേഷം വന്നു. After some days it has happened only because of Jesus has stepped on that boat. യേശു ഒരിക്കൽ കയറിയാൽ, if Jesus entered once, നിറവുകൾ ഇങ്ങനെ the വന്നുകൊണ്ടേയിരിക്കും. fullness will be continuous. It is a process of repetition, the fullness. ഞാൻ കണ്ടു ആ പടകിൽ പിന്നീട് കയറിയത് I can see that another someone who has next entered. 12 കൊട്ട അപ്പമാണ്. Oh, the 12 baskets of loaf. മീൻവള്ളത്തിൽ ആരും അപ്പക്കച്ചവടം നടത്തത്തില്ല. On the fisherman's boat no one will sell the loaf. നിന്റെ ജീവിതത്തിൽ ഇന്നേ നാഴിക വരെ പ്രവേശിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ കൊട്ടക്കണക്കിന് വരാൻ പോകുകയാണ്. Something has not happened in your life. The miracles is going to enter on your boat in baskets and baskets and big numbers. സ്വാഭാവികമായും നിങ്ങൾക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ഡിസേർവ് ചെയ്തിട്ടില്ലാത്ത ചില വലിയ നന്മകളെ ദൈവം നിങ്ങൾക്കായി തുറന്നു നൽകാൻ പോകുന്നു. A usual goodness which you are not deserving, that undeserved goodnesses are going to enter on your boat. അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? Which is not the deserving one. കേട്ടിട്ടുണ്ടോ അത്? Have you ever heard about a blessing which you haven't deserved? അടുത്തിരിക്കുന്നവർ തട്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? Have you heard that? Just ask someone near to you. സന്തോഷ് ബ്രദറെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നാ കേട്ട കാര്യം പ്രാപിക്കാൻ പോവുകയാണ്. If you have heard it, you are going to receive it. ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ. The things, a blessing which never has kept in your house. ഒരിക്കലും നിങ്ങളുടെ പേഴ്സിൽ കയറിയിട്ടില്ലാത്ത നിലയിലുള്ള A blessing which has never entered in your purse. നാഴിക വരെ നിങ്ങളുടെ അക്കൗണ്ടുകൾ കണി കണ്ടിട്ടില്ലാത്ത ചില വൻ തുകകൾ. Which you have never seen in your account, that much amount of wealth. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവന്മാരെയൊന്നും എനിക്ക് പേടിയില്ല. While hearing this, many will definitely say that it's a prosperity theology. I don't care it. ഇത് ആവശ്യക്കാർ ഈ കൂട്ടത്തിലുണ്ട്. Because there are needy people here. Amen. ആയിരങ്ങളെ നിറയ്ക്കാൻ തക്കവണ്ണം To fill the thousands. ദൈവത്തിന്റെ
ദൈവത്തിന്റെ ഉറവകളാകാൻ വിളിക്കപ്പെട്ട ചില കുടുംബങ്ങളെ കർത്താവ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. Oh, the springs, the opening springs, which is going to open with the blessings of God in your life, we can see here. അവരുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? Can you know? Do you understand the specialities of those people? ദൈവത്തിന്റെ ആത്മാവ് ഈ കാര്യം ചെയ്യുമെന്ന് ഞാൻ ഈ തറപ്പിച്ച് പറയുന്നതിന്റെ ഗുണഭോക്താക്കളാകുന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? The customers which I proclaim that the blessing is going to get. Do you know the specialities of that customers? അറിയാവോ ജയ? Do you know? അറിയാവോ? ഞാൻ പറഞ്ഞു തരാം. I'll tell it what it is. അവർ ഇപ്പോൾ ശൂന്യത അനുഭവിക്കുന്നവരാണ്. They are now experiencing the emptiness in their life. അവരിപ്പോൾ ശൂന്യത അനുഭവിക്കുന്നവരാണ്. Now they are experiencing the emptiness. Praise the Lord. Amen. യേശു കണ്ട ഒരു കാര്യമാണ് കർത്താവിനെ അങ്ങോട്ട് കയറ്റിയത്. Sorry. യേശു കണ്ട ഒരു കാര്യമാണ് ആ പടകിൽ യേശുവിനെ കയറ്റിയത്. Something which has Jesus seen. Jesus has watched something that made him enter into that boat. രണ്ട് പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. Jesus have seen two boats just being near to the land. അവയിൽ നിന്ന് മീൻ പിടിക്കക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. These two boats are being washed by the fishermen. മീൻ പിടിച്ചിട്ടില്ല. They haven't caught the fish കഴിഞ്ഞ yet. രാത്രി മീനൊന്നും അതിനകത്ത് കേറിയിട്ടില്ല. Last night no fishes has entered in their net. ഏയ് എന്നിട്ടും ആ വല കഴുകുകയാണ്. Still they are washing their net. Praise the Lord. Praise God. Praise the Lord. Praise God. Praise the Lord. Praise God. Praise the Lord. Amen. നിറവൊന്നും കാണുന്നില്ലേലും There is no fullness you can see. പ്രതീക്ഷിച്ച വലിയ വിടുതലൊന്നും ഇതുവരെ നടന്നിട്ടില്ലേലും The expected big deliverance haven't done yet. ആ വിശുദ്ധിയിൽ തുടരാനുള്ള നിന്റെ ആ തീരുമാനമുണ്ടല്ലോ, But your decision to be continued in the holiness, അത് ദൈവം അംഗീകരിച്ചിരിക്കുകയാണ്. the God has recognized your decision to be continued in the holiness. പാപം ചെയ്യുന്നില്ലെന്നുള്ള നിന്റെ തീരുമാനമുണ്ടല്ലോ, Your decision to take not to do the sins. ആ വല കഴുകുന്ന തീരുമാനമുണ്ടല്ലോ, Oh, the washing fishermen of nets. അതൊരു വലിയ അത്ഭുതത്തെ കൊണ്ടുവരാൻ പോകുകയാണ്. The washing of the net, the empty net is going to bring big miracles for you. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ശക്തമായി പറയുന്നു, Thoroughly the Holy Spirit is speaking to me like this. ഇപ്പോൾ ശൂന്യമാണെങ്കിലും Now it is empty. നിന്റെ വല കഴുകപ്പെടലിന് വിധേയമാകുന്നുണ്ടെങ്കിൽ, If your net has been given to wash out, ഓർത്തുകൊള്ളുക, ആ വലയിലേക്ക് കയറാൻ പോകുന്നത് മീനല്ല, ദൈവമാണ്. this you have to remember. Not the fishes are going to enter into your net, but the God himself is going to enter into your net. പത്രോസിന്റെ പടകിലെ വലയ്ക്കകത്ത് ആദ്യം കയറിയത് മീനല്ല, യേശുവിന്റെ സാന്നിധ്യമായിരുന്നു. Into the net of Peter, fishes are not entered the first. The Jesus firstly entered to that. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി നീ ഓരോ ദിവസം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഓർത്തുകൊള്ളുക, ഒരു വലിയ അനുഗ്രഹത്തിലേക്കാണ് ദൈവം നിന്നെ കൊണ്ടുവരുന്നത്. You have been cleansed to get the presence of God day by day. You are not only being cleansed, but you are going to experience and to get the presence of God in you. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ശക്തമായി സംസാരിക്കുന്നു. The Holy Spirit is speaking thoroughly today. ദൈവം നിന്നെ ഒരു വിശുദ്ധിയിലേക്ക് വിളിക്കുന്നത്, God is calling you to a holiness. നിന്നെ അത്ഭുതകരമായി നിറയ്ക്കാൻ വേണ്ടിയാണ്. Wonderfully He is going to fill you. നിന്റെ വിശുദ്ധി സമൃദ്ധിയായി മാറും.
Oh, your holiness is going to become a prosperity. Rafa la tha ra ke le te ne ne shala rakha lambara na se te re de oh ho ro sho to ro rabara prabhana shagat 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 charadhare dhare arthana prave diri 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 ramana shavarada devaram prave diri sharadhara khamoni ramandhare arthana pravadi vashmaneshare kalariyam dhare tarada oravim shiradhiri tanayade rahasmana oravim pravadi nachavaram dhare Shante regala shanta ibaba regale shanta ribale rigala shanta rakana santere oh riva shandara gara shatara rigale rigala shanta rigala shanta നിന്റെ കൂടെയുള്ള ചില ചീത്ത കൂട്ടുകാരെ കർത്താവ് ഒഴിവാക്കുന്നത് ദൈവം നിന്റെ കൂട്ടുകാരനായി മാറുന്നതിന്റെ തുടക്കമാണ്. Your bad companions, your bad friendship is going to remove from your presence. It is the beginning of you are being a friend of Jesus. ചില അഴുക്ക് ബന്ധങ്ങളിൽ നിന്ന് ദൈവം നിനക്ക് വിടുതൽ തരുന്നത് ഒരു വലിയ ദൈവിക ബന്ധം നിന്നിൽ തുടങ്ങാൻ വേണ്ടിയാണ്. If you are getting rid of a bad relationship, the reason behind that is that God is wanting to be in a relation with you. Amen. Jesus. ചില വൃത്തികെട്ട പാപത്തിന്റെ സുഖങ്ങളെ നിന്നെ കൊണ്ട് ദൈവം ഉപേക്ഷിപ്പിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില സന്തോഷകരമായ സുഖകാലങ്ങളെ ദൈവം നിനക്ക് അനുവദിച്ചു തരുന്നതിന്റെ ഭാഗമാണത്. Oh, the filthy pleasures of the sins, if it is getting removed from your body, it means that God is going to give His presence and His blessings to you. ദൈവത്തിന്റെ ആത്മാവ്, The Spirit of God, ഇവിടെ ഇരിക്കുന്ന സകലരെയും തൊടുന്ന കാഴ്ച ഞാൻ കാണുന്നു. I can see the Spirit of God is touching each and every one being with us now. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, Jesus is speaking to me like this. പല വീഴ്ചകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ട്. Maybe you have falls many times. ചില തെറ്റുകൾ നിന്റെ ലൈഫിൽ നിലനിൽക്കുന്നുമുണ്ട്. Some wrong things are still existing in your life. പക്ഷേ ഈ ദൈവാലോചന കേട്ടുകൊണ്ടിരുന്നപ്പോൾ, but while hearing this word of God, ആ വിശുദ്ധിയിലേക്ക് മാറാനുള്ള ഒരു താല്പര്യം നിന്റെ അകത്ത് കയറി വന്നു. when you have decided to get yourself into the holiness, ആ തോന്നൽ നിനക്ക് വന്നതിന്റെ കാരണം യേശു നിന്റെ അടുത്ത് വന്ന് നിന്നതുകൊണ്ടാണ്. if you get such desire to be in holy from sins, this is the reason being the God is nearest to you. യേശു നിന്റെ അടുക്കൽ വന്നതുകൊണ്ട്, but Jesus has came near to you. ദൈവം വെറുക്കുന്നതിനെ നീയും വെറുക്കാൻ തീരുമാനിച്ചതുകൊണ്ട്, when you have decided to hate what the God hates, നിന്റെ പടകിന്റെ കാര്യവും നിന്റെ വലയുടെ കാര്യവും ഇനി സ്വർഗ്ഗം തീരുമാനിക്കും. all your desires are going to get decision making from the God. നിന്റെ പണത്തിന്റെ കാര്യം ദൈവം നോക്കും. The God will look after your wealth. നിന്റെ തലമുറയുടെ കാര്യം സ്വർഗ്ഗം തീരുമാനിക്കും. The God will decide about your offsprings. നിന്റെ ഈ ദിവസങ്ങളിൽ ആവശ്യങ്ങൾ നീ ചിന്തിക്കുന്നതിലും അതീതമായി ദൈവം കൈകാര്യം ചെയ്ത് നീ കാണും. Oh, you will see more than your desires you are getting in your hands. Praise the Lord. Amen. കഴുകുന്ന വല, the washing net. ഇനി അത് പത്രോസിന് ഉപയോഗിക്കാനുള്ളതല്ല. Now this is no more, this washing net is no more to used by Peter. ഒന്ന് വീശി പിന്നെയും കഴുകി. Once they have used it and again they washed it.
രണ്ടാമത് ഒന്നുകൂടെ വീശി പിന്നെയും എടുത്തുകൊണ്ട് വന്ന് കഴുകി. Again they have put the net into the water and again they have washed it. ഒരു രാത്രി മുഴുവൻ നീ അത് ചെയ്തു. For the entire that night you have been repeating the same process. ഒരു വിടുതലും കാണാത്ത ജീവിതത്തിന്റെ ഒരു ഇരുണ്ട കാലഘട്ടം. Oh, your realm of your life which is a darkness age. പലതവണ നിന്നെ കൊണ്ട് ദൈവം അത് കഴുകിച്ചത് എന്തിനാണെന്ന് അറിയാമോ? Do you know the reason why you have repeatedly washed that net? ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കത്തക്കവണ്ണം അത് പരുവപ്പെടേണ്ടതിനു വേണ്ടിയാണ്. This is because your net and you to be used as per the will of God. ആ ശൂന്യത യേശുവിനെ നിറയ്ക്കാൻ വേണ്ടിയാണ്. Oh, Jesus would like to fill the emptiness. ആ കഴുകുന്ന വല യേശുവിന്റെ വാക്കിന് വേണ്ടി വീശാനുള്ളതാണ്. Oh, that washed net to be used on the word of Jesus. കഴിഞ്ഞ രാത്രി വരെ എന്തായിരുന്നു എന്നുള്ളതല്ല, Till last night what you have been, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, the Holy Spirit is saying that ഈ പകൽ അത് ദൈവത്തിനുള്ളതാണ്. today this is the day for God. നിന്റെ ജീവിതത്തിൽ ആ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. This is the day that the God's work is going to establish on your life. Yes, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നിങ്ങളുടെ മേൽ. Oh, I can see the touch of Holy Spirit. Jesus. Amen. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. Just receive, receive, receive. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. Yes, 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 yes. Yes. Jesus. Yeshua. Jesus. Yeshua. Jesus. Yeshua. Yes, listen me. എന്നെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. listen, listen, listen. വിശുദ്ധി, The holiness, ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ്. it is a beginning of the work of God. കഴുകുന്ന വല, The net which is washed, ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ്. it is the beginning of the God's work. ജീവിതം മുഴുവൻ ശൂന്യത അനുഭവിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. I have seen a person experience the emptiness in the entire life. അയാളുടെ ലൈഫിന്റെ ഒരു 10-40 വർഷം അയാൾ അനുഭവിച്ചതെല്ലാം നിരാശയാണ്. Out of his life, almost 40 years, he has been experiencing the sadness. 10 വർഷം കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. Is there anyone since 10 years experiencing something bad, something 15 problematic? വർഷം കൊണ്ട് അനുഭവിക്കുന്നവരുണ്ട്. Is there anyone who is experiencing for 15 years? 20 വർഷമായിട്ട് ദുരിതം Is അനുഭവിക്കുന്നവരുണ്ട്. there anyone experiencing the badness for 20 years? 25 വർഷം, 25 years, 30 വർഷം, 30 years, 35 വർഷം, 35 years, 40 വർഷം, for 40 years, 50 വർഷം, for 50 years, 75 വർഷം, for 75 years, 80 വർഷം. for 80 years. നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അയാൾ അനുഭവിച്ചു. More than you have suffered, that particular person suffered. അയാളുടെ മുമ്പിലേക്ക് ദൈവം ഇറങ്ങി. In front of him, the God descended. തീജ്വാലയായി അയാൾ ദൈവത്തെ കണ്ടു. He has seen God like a flame of fire. കത്തുന്ന തീ പോലെ അയാൾ ദൈവത്തെ കണ്ടു. It's like the flame of fire. ദൈവം വിളിച്ചു, മോശേ, മോശേ. The God has called him Moses, Moses.
ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോവാണ്. The God's work is going to get to begin. കർത്താവ് ആദ്യം പറഞ്ഞ ഡയലോഗ്, The first dialogue the God delivered. ഇങ്ങോട്ട് അടുക്കരുത്. Not come near to me. ഇങ്ങോട്ട് അടുക്കരുത്. Not come near to here. നീ നിൽക്കുന്ന സ്ഥലം, The place which you're standing, വിശുദ്ധ ഭൂമിയാണ്. it is a holy land. ആകയാൽ It is a holy land, for so നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയുക. you just untied your slippers from your feet. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെരുപ്പ് മാറ്റാൻ പറയും. In a hospital, when you enter, there is a sign that you can see. കാരണം അവിടെ സ്റ്റെറൈൽ ഏരിയയാണ്. It is a sterile area. Due to that, your chappals to be removed. മിദ്യാന്യ മരുഭൂമിയിലെ ഒരു സ്ഥലത്തെ കുറിച്ച് ദൈവം പറഞ്ഞു, ഇങ്ങോട്ട് അടുക്കരുത്. In the desert of Midian, the God is saying that not come near to this. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. Where you are standing, it is a holy land. അതുകൊണ്ട് നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളക. Due to that, you just untied your chappal from your feet. എന്തിനാ ചെരുപ്പ് അഴിപ്പിക്കുന്നേ? Why it is happening? Why did the God ask him to remove the chappal? ദൈവജനമേ, The people of എന്തിനാണ് God. ചെരുപ്പ് അഴിപ്പിക്കുന്നത്? Why it is happening? ഈ സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. The reason is this is the holy land. മോശ വന്ന് നിൽക്കുന്നത് വിശുദ്ധിയുടെ അടുത്താണ്. The Moses came and stood in front of very near to the holy. ആ വിശുദ്ധിയിൽ നീ നിൽക്കണം. In that holiness you have to stand firm. അവിടെ നീ നിന്നാൽ, If you stand there, മിസ്രൈമിലെ മന്ത്രവാദികൾ നിന്റെ കാൽ കീഴ് കിടക്കും. the witchcrafters of Misraim will be on your feet. ഫറവോൻ നിന്റെ കാൽച്ചുവട്ടിൽ കിടക്കും. The Pharaoh will fall on your feet. ചെങ്കടൽ നിന്റെ കാൽച്ചുവട്ടിൽ ഉണങ്ങി മാറും. Red Sea will be separated in front of your foot. നിന്റെ ജീവിതത്തെയും Your life നിന്റെ വിശുദ്ധിയെയും തമ്മിൽ and my holiness, വേർതിരിക്കുന്ന there is something getting it separated. തടസ്സമായ Any hindrances, ആ ചെരുപ്പ് the chappal, ഇനി വേണ്ട. no more required. എന്റെ വിശുദ്ധിയിൽ നഗ്നപാതനായി നിൽക്കുന്ന ഒരു മോശയെ എനിക്ക് വേണം. The God is wanting a Moses standing in the holiness with the naked foot. 80 വർഷത്തിന്റെ കഷ്ടകാലം തീരുകയാണ്. The 80 years of suffering is going to get an end. ആ ദുരിതം തീരാൻ തുടങ്ങുമ്പോൾ, That when it is going to end, ദൈവം അവനെ നിർത്തുന്നത് തന്റെ വിശുദ്ധിയിലാണ്. the God made him to stand in his holiness. ഈ തീരുമാനം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ തുടക്കമാണ്. Your decision which you are taking is a beginning of a new miracle in your life. കഴുകുന്ന വല, The net which is getting washed. യേശുവിനെ അട്രാക്ട് ചെയ്യുന്നു. That Jesus get attracted with the net which they are washing. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ സ്വയം വിശുദ്ധീകരിക്കാൻ സമർപ്പിക്കുന്നവർ, If you are submitting yourself to get cleansed every day in the presence of God, ദൈവശക്തിയെ അവർ അട്രാക്ട് ചെയ്യുന്നു. they are getting attracted. The God is getting attracted to them. വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയെ അവർ അട്രാക്ട് ചെയ്യുന്നു. They are attracting the fulfillment of the promises which they have received. സൂപ്പർ നാച്ചുറൽ മിറക്കിൾസിനെ അവർ അട്രാക്ട് ചെയ്യുന്നു. They are attracting the supernatural miracles in their life. സ്വർഗ്ഗത്തിലിരിക്കുന്ന ദൈവത്തെ, The one who is being throned on the heaven is God. ഒരു മനുഷ്യനെ പോലെ അവർ തങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. Like a human being, they are attracting the God is seated on heaven. അത്ഭുത വിടുതലുകളെ അവർ അട്രാക്ട് ചെയ്യുന്നു. They are expecting the miraculous deliverance in your life. ഇന്ന് വരെ കാണാത്തൊരു സമൃദ്ധിയെ അവർ അട്രാക്ട് ചെയ്യുന്നു. In today morning, they are attracting a big prosperity in their life. Oh, hallelujah. In the name of Jesus, hallelujah.
എന്നും തൂത്തുവാരുന്ന വീട്ടിൽ താമസിക്കാൻ ഒരു സുഖമാണ്. And every day, if the rooms are getting broomed, it's very easy to live in that room, house. എന്നും കഴുകുന്ന ടോയ്ലറ്റ്, The toilets which washed every day, എന്നും തുടയ്ക്കുന്ന മുറികൾ, or every day swiping rooms. 1-2 ദിവസം കൂടുമ്പോൾ മാറുന്ന ബെഡ്ഷീറ്റുകൾ, The bed sheets are getting changed almost for 2 or 3 days. എന്നും മാറുന്ന വസ്ത്രങ്ങൾ, The dresses which is cleansing every day. 2 നേരം പല്ല് തേക്കുന്ന ശരീരം, The 2 times being brushed mouths. 1-2 തവണയിലധികം കുളിക്കുന്ന ശരീരം. If your body is getting bath for 2 or more 2 days, 2 times a day. ഹൈജീൻ എന്നൊരു വാക്ക് പറയാം. There's a word hygiene. എനിക്ക് നിന്നെ ഹൈജീനായിട്ട് കിട്ടണം. God is asking, I need you to be in hygiene. അങ്ങനെ നിന്നെ എനിക്ക് കിട്ടിയാൽ, If I get you in hygiene, നീ പ്രതീക്ഷിക്കുന്നതിലും അധികം ഞാൻ നിനക്ക് അങ്ങോട്ട് തരും. I will give you something which more than your expectations. കഴുകുന്ന വല അതൊരു വികാരമാണ് യേശു. The net which is getting washed, it is an attraction for Jesus. സ്വയം വിശുദ്ധീകരിക്കുവാൻ ദൈവസന്നിധിയിൽ എന്നും സമർപ്പിക്കുന്നവൻ, One who is submitted himself to get cleansed in the presence of God. ദൈവത്തിന് അവൻ ഒരു വികാരമാണ്. It is a sensation for God. ഓ ജീസസ്. Jesus. നിങ്ങളുടെ അകത്തിപ്പോൾ അതിന് തയ്യാറായിരിക്കുന്ന ആ താല്പര്യം, Within you, if there is a desire to get cleansed like that, അതിന്റെ ഡിസൈനർ ഹോളി സ്പിരിറ്റ് ആണ്. the Holy Spirit is making you to get the desire. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, Christ is informing you like this. വിശുദ്ധിയിൽ നടത്താനും To walk in holiness, ശൂന്യതകൾ അത്ഭുതകരമായി നിറയ്ക്കാനും, to turn the emptiness into the miraculous fillings, ഇന്നുവരെ കാണാത്തൊരു മഹത്വത്തിലേക്ക് കൊണ്ടുപോകാനും, a glory which you have ever seen, the God is taking you to. ഞാൻ ഇന്നു മുതൽ എന്റെ ജനത്തിന്റെ കൈ പിടിച്ച് നടത്താൻ പോവുകയാണ്. From today onwards, for all these things, I am going to hold my people hand. ബൈബിൾ ഇങ്ങനെ പറയുന്നു, The Bible is saying like, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. the Holy Spirit, if leading someone, those all people are being the children of God. Jesus. രണ്ടാമത് ഇവിടെ എന്നെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ച വാക്ക് പടക് എന്ന വാക്കാണ്. The second word the Holy Spirit is pointing is the boat. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ പടക്. Just tell the nearest one, boat. പടക്. Boat. പടക്. Boat. എല്ലാരും പറഞ്ഞില്ല. Everyone say boat. പുറകിൽ നിന്ന് ഞാൻ കേട്ടില്ല. പടക്. I cannot hear the voice from backside. Just say what? പടക്. 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 Boat. എന്നതാ അത്? What is that? ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് മോളങ്ങൾക്ക് മീതെ ഉയർന്നു കിടക്കുന്ന ഒരു വസ്തു. Something is floating on the waves. That is boat. യേശുവിന് ഇതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. Jesus has an attachment to this. അവിടെ ഒരു നല്ല ഈട്ടിത്തടിയുടെ കസേര ഉണ്ടെന്ന് കരുതുക. Just imagine there is a very beautiful chair which is made up of ET. നിങ്ങളുടെ വീട്ടിലെ ലിവിംഗ് ഏരിയയിൽ ഇട്ടിരിക്കുന്ന ആ സുന്ദരമായ സോഫ സെറ്റ് അവിടെ ഉണ്ടെന്ന് കരുതുക. Just imagine a beautiful sofa set which is in your living room is been there. Are you there? പക്ഷേ But യേശുവിനെ അട്രാക്ട് ചെയ്യുന്നത് ഈ പടകായിരിക്കും. still Jesus will be attracted only to this boat. ഈ മത്തിയുടെയൊക്കെ ഒരു നാട്ടമൊക്കെ ഉള്ള ഈ പടകിൽ എന്താ കർത്താവിന് ഇത്ര സന്തോഷം? Just imagine why is the reason the God is happy, that Jesus is happy with this smelly boat. കാരണം The reason is കാലങ്ങൾക്ക് പുറകിൽ ages ago ഇതുപോലൊരു പടകിൽ എൻ്റെ യേശു കയറിയിട്ടുണ്ട്. Jesus has stepped into a boat like this. ആ പടകിന്റെ പേര് നോഹയുടെ പെട്ടകം എന്നായിരുന്നു. The name of that boat is the Ark of Noah. ജീസസ്. Amen. 120 വർഷം നോഹ വലയെറിഞ്ഞു.
For 120 years, the Noah has spread the net. ദൈവത്തിന്റെ രക്ഷയുടെ ദൂതിന്റെ വല. Oh, the net of the message of the salvation of God. ഒറ്റ മനുഷ്യനത് കേറിയില്ല. Not even a single person has entered in that net. ഒടുവിൽ നോഹയും കുടുംബവും മാത്രം അതിൽ കേറി. At last, only the Noah and his family just entered into that net. അന്ന് ആ പടകിൽ ഒരാളൂടെ കേറി. That particular day, there is another person also entered into that net. ബൈബിൾ ഇങ്ങനെ പറയുന്നു. The Bible says like this: ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. God has closed the door of ark. ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. Door has been closed by God. ആ 8 പേരെ കൂടാതെ, Oh, apart from that 8 people, മറ്റൊരാൾ കൂടെ അന്ന് ആ പടകിലുണ്ടായിരുന്നു. there was another person being in the ark of Noah. അതെന്റെ ദൈവമായിരുന്നു. That was my God Almighty. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ? When you are feeling the loneliness, എന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. oh, the Jesus Christ is being with you. അന്ന് നോഹയുടെ പെട്ടകത്തിൽ കയറിയ ദൈവം, The God which has entered into the ark of Noah, ഇപ്പോൾ ഇതേ പിന്നെയും ഒരു തടാക തീരത്ത് വന്നു നിൽക്കുന്നു. now again standing in front of the lake. ആ പടകിൽ കയറിയിട്ട് After entering into that boat, അദ്ദേഹം ശീമോനോട് പറയുന്നു, he is speaking to Simon. നോഹയെ കൊണ്ട് നടക്കാതെ പോയൊരു കാര്യമുണ്ട്. Something which hasn't happened with Noah. 120 വർഷം Oh, for 120 years. നോഹയെ കൊണ്ട് നടക്കാതെ പോയൊരു കാര്യമുണ്ട്. Something which has not happened with Noah. ഞാനത് നിന്നിലൂടെ ചെയ്യാൻ I പോകുകയാണ്. am going to do those deeds through you. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാണ്. I am going to make you a person catching the human. Praise the Lord. Amen. പണ്ടവടെയോ നടക്കാതെ പോയ ഒരു കാര്യം, Long back, which has not happened, something like that. പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു. The Holy Spirit is saying that പണ്ടെങ്ങോ നടക്കാതെ പോയ നിന്റെ ജീവിതത്തിലെ ഒരു കാര്യം, the matter which hasn't happened in your life for long days, നീ അത് ഉപേക്ഷിച്ചു. you have left it behind. പക്ഷെ നിന്റെ ദൈവം അതിനെ ഉപേക്ഷിച്ചിട്ടില്ല. But your God hasn't left it behind. ദൈവം അതിനെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. God hasn't taken his hand from that matter. ഇതാ അത് പിന്നെയും നടപ്പിലാക്കാം. Again, the God is going to make it happen. അവിടുന്ന് നേരിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. Oh, he himself is descending in front of you to make it happen, which hasn't happened for many days. Hallelujah! നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ ചില കാര്യങ്ങൾ, Some matters which hasn't happened in your life. ഇനി ഒരിക്കലും അത് വെളിച്ചം കാണത്തില്ലെന്ന് പിശാച് പറയുമ്പോൾ, The Satan is saying that this is not going to happen ever in your life. പരിശുദ്ധാത്മാവ് ശക്തിയോടെ വിളിച്ചു The പറയും, Holy Spirit strongly speaking and proclaiming that ഞാൻ അത് നടപ്പിലാക്കാൻ ഇറങ്ങി വരികയാണ്. I am descending to you to make it happen. ആ കണ്ണാടി വെച്ച അച്ചായ, അങ്ങയുടെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് നടപ്പിലാക്കാൻ പോകുക ചില കാര്യങ്ങൾ. Oh, the man of God is sitting with the specs, is going to see the miracle of God in life. നടക്കാതെ പോയത്, The matter which didn't happen, 120 വർഷം നടക്കാതെ പോയത്, the matter which hasn't happened for 120 years. പത്രോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് യേശു നടപ്പിൽ വരുത്തി. With one preaching of Peter, the God has made it happen. ലോകത്തിലുള്ള സകല ഭാഷക്കാരെയും, Globally, entirely, all the
one who is speaking different languages. മാളിക മുറിയിൽ പത്രോസ് എന്ന മനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവ് പിടിച്ചെടുത്തു. Oh, the Holy Spirit has caught everyone in the upper room along with Peter. Yes. പടകിനോട് എൻ്റെ ദൈവത്തിന് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. There is an attachment to the boat. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞുതരാ വാക്ക്. Tell to the nearest one. നിങ്ങളുടെ പടകിനോട്, to your boat, എൻ്റെ കർത്താവിന് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. my Jesus is having an attachment. യേശുവിന് പടകിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ വേറെ ഒരു കാരണം കൂടിയുണ്ട്. There is another reason too for Jesus is being attracted to this boat. പണ്ട് 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 പണ്ട്, long ago, വളരെ പണ്ട്, long back, ഒരു കുഞ്ഞു പടകിനെ അവൻ നോക്കിക്കൊണ്ടേയിരുന്നു. he was keenly looking into a small boat. ആരോ വെള്ളത്തിലിറക്കി ഒരു കുഞ്ഞു പടക്. Someone which is put on the waters, a small boat. ആ കുഞ്ഞു പടകിൽ 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. In that small boat there was a baby only having an age of 3 months. ആ വെള്ളത്തിൽ ആ കുഞ്ഞു പടക് തുഴയാൻ ആ കുഞ്ഞിന്റെ അപ്പനോ അമ്മയോ കേറിയില്ല. There was no one else to help that baby to just move forward on that waters. പക്ഷേ ആ പടകിൽ അദൃശ്യനായ ദൈവം തുഴകാരനായി കേറി. But there is a person, the God was with that baby. എൻ്റെ യേശു ആ പടകിൽ തുഴച്ചിൽക്കാരനായി. Oh, the Jesus was a corner person who is ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് എൻ്റെ കർത്താവ് ആ കുഞ്ഞു പടകിനെ തുഴഞ്ഞു. Oh, the sailor, the Jesus has sailed that boat to the palace of Pharaoh. ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് അത് ഒഴുകിയതല്ല, എൻ്റെ ദൈവം അതിനെ തുഴഞ്ഞു കയറ്റിയതാണ്. That small boat hasn't floated itself to the palace of Pharaoh, but the sailor Jesus has sailed it to the palace of Pharaoh. നിനക്ക് സഹായത്തിനായി നിന്റെ അപ്പൻ കൂടെ കാണുന്നു വരില്ല. For your help, maybe your father will not be with you. അമ്മ കണ്ടെന്ന് വരില്ല. Maybe your mother is not there to help you. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരും കണ്ടെന്ന് വരികയില്ല. Your nearest ones are not being with you. ജീവിത പങ്കാളികൾ പോലും നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. Your life partner must be rejected you. പക്ഷെ നീ കാണാത്ത ഒരാൾ നിന്റെ ആ കുഞ്ഞു ജീവിത പടകിൽ തുഴച്ചിൽക്കാരനായി കയറിയിട്ടുണ്ട്. But there is a sailor which you are not seeing already on your boat as a sailor. അവർക്കാർക്കും എത്തിക്കാൻ പറ്റാത്തൊരിടത്തേക്ക് എൻ്റെ കർത്താവ് നിന്നെ തുഴഞ്ഞു കയറ്റാൻ പോവുകയാണ്. Oh, where someone, a normal person cannot sail to, but your Jesus is sailing you to a height which any person cannot take to. 3 പടകുകൾ. Oh, 3 boats. അതിലൊന്ന് നോഹയുടെ പെട്ടക. Oh, the first one is the ark of Noah. 2 മോശ കുഞ്ഞിനെ ഒഴുക്കി വിട്ട ഞാങ്ങണ പെട്ടക. Oh, the second one is the small boat which has been prepared for Moses. 3-ാമത്തേത് പത്രോസിന്റെ ശൂന്യമായ The പടക. third one is the empty boat of Peter. 4-മതൊന്നുകൂടിയുണ്ട്. There is one more which is the fourth. ഈ ലോക സാഗരത്തിലെ ശൂന്യമായ നിന്റെ ജീവിതം. Oh, your empty life which is floating on the earthly ocean. എന്റെ ദൈവത്തിന്റെ അടുത്ത പ്രവൃത്തി ഈ സീസണിൽ നടക്കാൻ പോകുന്നത് നിന്റെ ആ ജീവിതത്തിന്റെ അകത്താണ്. In this season, next moment, next work of God will happen on your empty boat. ഒരു നിമിഷം എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. For one moment, everyone may stand up in the presence of God. എല്ലാ കണ്ണുകളും അടച്ച് All eyes to be closed in the presence of God. ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We're going to pray. ഈ ദൂത് നമ്മളോട് സംസാരിക്കുന്നു. Oh, this message is speaking to